എന്തുവാണ്? എന്ത് ചൂടാ? എന്തുവാ? എടാ എന്ത് ചൂടാന്ന്. ഇനി വേനൽക്കാലത്ത് ചൂട് കാണത്തില്ല. നീ ഇങ്ങോട്ട് വന്നേ. എന്താ മോനെ വിളിച്ചേ? ആര് വിളിച്ച്? ഇന്ദു ചൂടാന്ന് വിളിച്ച്. അയ്യോ, ഇന്ദു ചൂടാന്ന് വിളിച്ചതല്ല, എന്ത് ചൂടാന്ന് പറഞ്ഞതാ. ചമ്മി നാരി ചുമ്മാ കളിക്കാൻ പോടെ. ചുമ്മാ അച്ചോട്ടൻ ചുമ്മാ പ്രശ്നമില്ല. നിങ്ങൾക്കെന്താ മാനസികമോ? രാവിലെ ചുമ്മാ ആളിനെ വടിയാക്കാൻ വേണ്ടി. എന്തായാലും ഭാവി കാണാൻ പറ്റിയൊരു വാച്ച് കിട്ടിയ എന്തായാലും നന്നായി. ഇവന്മാര് പോകുന്ന വഴിക്ക് ഇപ്പൊ വണ്ടി ഇടിക്കുമല്ലേ. പറഞ്ഞ പോലെ നടന്നു കൊള്ളാം. എന്താ മോളെ അനുതാരെ പെരുവഴിയിലായ? എന്തോ പറയാനാ, ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയെ സ്നേഹിച്ചതിന് മൂപ്പിൽനാര് തന്ന ശിക്ഷയാ. പെട്ടിയും പ്രമോണം എടുത്തങ്ങ് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് പാതിരാത്രി കയറി വരുമ്പോൾ ചെരുപ്പൂരി കാലുമടക്കി ചുമ തൊഴിക്കാനും. അങ്ങനൊക്കെ സംഭവിക്കൂ? നോക്കട്ടെ. എന്താണോ വീട്ടിൽ പോകുന്നില്ലയോ? മോനെ പാതിരാത്രി ആയിട്ടാണ് വീട്ടിൽ കയറി ചെന്നിട്ടേ ചെരുപ്പ് പോയിട്ട് കാല് മടക്കി അവളെ തൊടിക്കാൻ. അനുരാധ സമയമായിട്ടില്ല. അല്ലാണ്ട് ഇതെന്തോ കയ്യിലിരിക്കുന്നത്? മോനെ ഇത് കോണാ മോനെ, കോണ്. ഇത് കണ്ട കോണ് തിരിഞ്ഞിരിക്കുക. അടിച്ച് കോൺ തെറ്റിട്ടാണ് മോനെ അങ്ങോട്ട് കയറി ചെന്ന് തൊഴിക്കാൻ. സമയമായിട്ടില്ല. മോനെ പോ. അയ്യോ പാവം, കോണ് തിരിഞ്ഞിരിക്കുന്ന. തിരിഞ്ഞു തന്നെ. ചേടാ, ഇന്ത ചൂടൊന്നും വന്നായിരുന്നെ കാലുമടക്കിയുള്ള തൊഴി മേടിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങായിരുന്നു. പാതിരാത്രിയല്ല, ഇങ്ങനെ ഇവിടെ പോയി കിടക്കുക. ഇനി കോൺ തെറ്റി കാണത്തില്ലയോ? ഇന്നലെ അണ്ണൻ നടുവിനാ തൊഴിച്ചേ. ഇന്ന് അണ്ണനെ കൊണ്ട് പുറത്ത് തൊഴിപ്പിക്കാം. ആർക്കാർ ചേഞ്ച് ഇഷ്ടമല്ലാത്ത, എന്നിട്ട് ഇതുകൊണ്ട് തിരുമ്പിക്കാം. അടിച്ച് കോൺ തെറ്റി അണ്ണം വന്നടി. ഇറങ്ങി പോടി. അയ്യോ, അണ്ണൻ വന്നോ? അണ്ണ വാ, വന്ന് ചവിട്ടണ്ട, എന്റെ പുറത്ത് ചവിട്ടണ്ട, വാ. മോളെ അടിച്ച് കോൺ തെറ്റിട്ട് ചെരുപ്പൂരാൻ പറ്റുന്നില്ല മോളെ. ഒന്ന് സഹായിക്കടി വാ. ഞാൻ അപ്പോഴേ പറഞ്ഞ വല്ല വള്ളിച്ചെരുപ്പ് പോലും മേടിച്ചാൽ മതിയെന്ന്. അതാകുമ്പോ പെട്ടെന്ന് ഊരി കളഞ്ഞുകൂടായോ? ആ ബെസ്റ്റ്. ഇങ്ങോട്ട് ഊരണ്ട. ഊര്. ഇനി ചവിട്ടണ്ട. ചവിട്ട്. പിടിച്ച മോളെ പിടി. ലോകത്തിലെ ഏറ്റവും വലിയ തെമ്മാടിയാ. കിടപ്പ് കണ്ടോ? മനുഷ്യൻ കൂടെ എഴുന്നേക്കാന്. ഇന്ന് ചവിട്ടിയില്ല, നിങ്ങൾക്ക് പച്ചവെള്ളം ഞാൻ തരത്തില്ല. അയ്യോ അല്ല, അത് വേണ്ട. തുലാവർഷരാവുകളിൽ ഒരു പുതപ്പിന്റെ അടി സ്നേഹിക്കാനും അല്ല. അത് നോക്കട്ടെ മോളെ അനുരാധേ, തുലാമാസമായി. ഒരു പുതപ്പിനടിയിൽ എങ്ങനെയാ? ഓ ചേട്ടാ, വാ. ഇടിവെട്ടി. ഈ തുലാമാസത്തിലാരാ മഴ കൊണ്ടുവച്ച് ഇടിയും പെട്ടെന്ന് ഈ വയ്യ. കഴിഞ്ഞല്ലോ, ഇനിയില്ലല്ലോ. ചുമ്മാ ഇന്ത്യയുടെ ക്ഷമയെ പരീക്ഷിക്കാൻ വേണ്ടി മോളിങ്ങോട്ട് വാടി. സാരമില്ല, പുതപ്പ് പുതയ്ക്കാം. തുലാവർഷത്തിൽ പുതപ്പിന്റെ കീഴിൽ. അയ്യോ, കീറിയോ? ഞാൻ പോവാണ്. എനിക്ക് വയ്യ. തുലാവർഷത്തിൽ എനിക്ക് പുതപ്പ് വേണം. ഇനി സ്നേഹിക്കാൻ പറ്റത്തില്ലെന്ന്. എന്ത് പോ, എനിക്ക് വയ്യ പോണിട്ട്. അയ്യോ, അതും ഫ്ലോപ്പാണോ? എങ്കിൽ അതും വേണ്ട. എന്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും. മോളെ അനുതാരെ എങ്ങനുണ്ട്? പാതിരാത്രി ചെറിയ ചവിട്ടൊക്കെ ഉണ്ട്. എന്റെ അല്ലേ മോളെ മോൻ. അങ്ങനല്ലേ വരും. ഇത് മോൻ തന്നെ ഉറപ്പാ.
അത് പോയിട്ട് നമ്മുടെ ബാക്കി 22 പിള്ളേരെന്തേ? അപ്പുറത്തുണ്ട്. ഇവിടെ ആ എല്ലാരും ഉണ്ടല്ലോ വരി വരിയായിട്ട്. ചേട്ടാ നമ്മുടെ കുഞ്ഞിന് എന്ത് പേരാ ഇടുന്നത്? നമ്മളെ നമ്മുടെ ആദ്യത്തെ കുഞ്ഞിന് നമ്മൾ എന്ത് പേരട്ടെ? അപ്പുചൂടൻ. അപ്പുചൂടൻ. രണ്ടാമത്തെ കുഞ്ഞിന് ബപ്പുചൂടൻ. എ ബി സി ചപ്പുചൂടൻ, ഡി ഡപ്പുചൂടൻ, എപ്പുചൂടൻ, എഫ്. ഇനി ഏതക്ഷരമുള്ളേ? എക്സ്. അപ്പം സാപ്പു ചൂടൻ. നമുക്ക് നിർത്തണ്ടേ അണ്ണാ? എന്താന്നറിയില്ല മോളെ, ഈ തുലാവർഷം വന്നു കഴിയുമ്പോ പുതപ്പിനല്ലോട്ട് പോയി കഴിഞ്ഞാലേ ഇതാ അവസ്ഥ. നമുക്ക് നിർത്താം മോളെ. സ്വന്തമായിട്ടൊരു അംഗൻവാടി, അതാണ് ഇന്ദുചൂടന്റെ ലക്ഷ്യം. പണ്ട് IAS ആവും നോക്കിയിട്ട് ആവാൻ പറ്റില്ല. അതിന്റെ കലിപ്പ് ഞാൻ ഇങ്ങനെ അങ്ങ് തീർക്കും. എന്നിട്ട് ആ അംഗൻവാടിയുടെ മെയിൻ സ്ഥാപകനായിട്ട് ഞാൻ ഇരിക്കും. ഇങ്ങനുണ്ട്. അയ്യോ അല്ലെ അതും വേണ്ട, അല്ലെ വേറെ പിടിക്കാം. ഒടുവിൽ ഒരു നാൾ വടിയായി തെക്കേപ്പറമ്പിലെ പുളിയന്മാവിന്റെ വിറകിന്റെ അടിയിൽ എരിഞ്ഞു തീരുമ്പോൾ നെഞ്ചു തല്ലി കരയാൻ എനിക്കൊരു പെണ്ണിനെ വേണം. ഒന്ന് നോക്കട്ടെ. ചേച്ചി അപ്പൊ അടക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനാ? ചേച്ചി അപ്പൊ എന്തോ വെച്ച് ദഹിപ്പിക്കാനാ പ്ലാൻ? എന്റെ പൊന്നി ചേച്ചി, തെക്കേ പറമ്പിൽ 2 കിഴങ്ങിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ വാടകയ്ക്കല്ലേ താമസിക്കുന്നത്? അവിടെ ആകെ പോകെ ഒരു ഓമ മാത്രം നിപ്പുണ്ട്. ഉള്ള സമയത്തെല്ലാം വിറ്റുമുടിപ്പിച്ച് ഇപ്പൊ വാടക വീട്ടിലാ താമസം. വല്ല ഗ്യാസ് വെച്ച് വല്ലതും കത്തിക്കുക ചേച്ചി. അയ്യോ ഗ്യാസ് ഒന്നും പറ്റത്തില്ല, മാവ് തന്നെ വേണം. അത് നല്ല പുളി മാവ്. ചേട്ടന്റെ അവസാനത്തെ ആഗ്രഹം നെഞ്ചു തല്ലി കരയണമെന്ന്. ആരെങ്കിലും 2 പാറക്കല്ല് എടുത്തോണ്ട് പോയോ? എങ്ങനെ അവസാനത്തെ ആഗ്രഹമായിരുന്നു നെഞ്ചു തല്ലി കരയണമെന്ന്. പെട്ടെന്ന് എടുത്തോണ്ട് പോയോ? ചേച്ചി അങ്ങനെയാണെ പാറപ്പണിക്കാരുടെ കൂടെ അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ടൊന്ന് നെഞ്ചടിച്ചങ്ങ് പൊട്ടിച്ചാലോ? ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ ആത്മാവിന് ശാന്തി ലഭിക്കത്തില്ല മോനെ. നീ എടുത്തോണ്ട് വാടാ. അയ്യോ അല്ലേ, എനിക്കിപ്പോ ഒരു പെണ്ണിനെ വേണ്ട കേട്ടോ. എന്ത് പറ്റിയേട്ടാ? അല്ല, എനിക്ക് അച്ഛൻ്റെ 2 കുഴിനകം വെട്ടിട്ടേ ആ പവിത്രന് കൊടുക്കണ്ട, അതുകൊണ്ട് വെട്ടിട്ട് വേട്ടെ. അയ്യോ ചേട്ടാ, മൂപ്പിനാരൻ ഇറക്കി വിട്ടതാ. അയ്യോ ഞാൻ ഇപ്പോഴും ഓർത്തേ, എന്റെ അച്ഛന്റെ വേറൊരു മോള് വേറൊരു അമ്മയും കൂടെ എന്റെ വീടിന്റെ ഫ്രണ്ട് വന്നിരുന്ന് സമരപ്പന്തലിൽ സമരം ചെയ്യുക. ഞാനൊന്ന് പോയിട്ടൊന്ന് പൊളിച്ചിട്ട് വരാം കേട്ടോ. ഇപ്പം വരാം, അച്ഛന്റെ കുഴിനകം വെട്ടണം. അതുകൊണ്ടാ. അയ്യോ നിങ്ങളുടെ കൂടെ ഇറങ്ങി വരുമോ? അല്ല, കുടില് പൊളിച്ചിട്ട് പെട്ടെന്ന് വരാം. അയ്യോ അങ്ങനെ പറയരുത്. എപ്പോ വരാം? എനിക്ക് വീട്ടിൽ പോകുന്നില്ല. അല്ല കുഴപ്പമില്ല, വരിക. അയ്യോ എന്നെ കൊണ്ടുപോ. ചേച്ചി